നമ്മൾ സാധാരണ എല്ലാവരും പറയും ആയുസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യണം, പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല യുവത്വം നിലനിർത്താൻ പറ്റും, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും എന്നൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇതാ കുറച്ച് കാലങ്ങളിലായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തളർന്നു വീണിട്ട് പല ആളുകളും മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ എളമക്കരയിൽ അരുന്ധതി എന്ന് പറയുന്ന ഒരു സഹോദരി, വെറും 24 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 8 മാസം മുന്നെയാണ് വിവാഹം കഴിഞ്ഞത്. അവർ ട്രേഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു വീഴുകയും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരണത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, ഈ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് ആരോഗ്യത്തിന് പകരം അതല്ലെങ്കിൽ രോഗമാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അപകടമാണോ ഉണ്ടാകുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ ജിമ്മിൽ ചെന്ന ഉടനെ തന്നെ ഗ്രൗണ്ട് എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാതെ പെട്ടെന്ന് നല്ല ഭാരമേറിയ രീതിയിൽ എക്സസൈസ് അല്ലെങ്കിൽ ഭാരമേറിയ രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കാണാം. പെട്ടെന്ന് പോയിട്ട് നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊന്തിക്കുന്നത്, അത് അപകടമാണ്. അതുപോലെ തന്നെ തീരെ ജിമ്മിൽ പോവാത്ത ആളുകൾ, വ്യായാമം ചെയ്യാത്ത ആളുകൾ പൊടുന്നനെ ജിമ്മിൽ പോയിക്കൊണ്ട് പെട്ടെന്ന് ഒരുപാട് സ്ട്രോങ് ആയിട്ട് കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നതും വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ജിമ്മിലാവട്ടെ അല്ലെങ്കിൽ പുറത്താവട്ടെ, നമ്മൾ കൂടുതലായിട്ട് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, ശരീരം ഇളകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് രക്തത്തിൽ അഡ്രിനാളിൻ്റെ അളവ് വർദ്ധിക്കും. അങ്ങനെ അഡ്രിനാളിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ താളങ്ങളൊക്കെ വ്യത്യസ്തമാകാൻ തുടങ്ങും. അങ്ങനെ വ്യത്യസ്തമാകുന്ന സമയത്ത് കാർഡിയാക് അരിത്മിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അങ്ങനെ ഉള്ള ആ ഒരു അവസ്ഥയിൽ കൂടുതലായിട്ട് രക്തസമ്മർദ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ രക്തത്തിലെ അഡ്രിനാളിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് ആ ഒരു ഹൃദയത്തിൻ്റെ താളത്തിൻ്റെ വ്യത്യാസം തന്നെ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കാരണമാകുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് ശരിക്ക് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, എന്തെങ്കിലും തളർച്ചകളോ കാര്യങ്ങളോ മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് CPR നൽകി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷെ CPRനെ കുറിച്ചിട്ടും അത് നൽകേണ്ടതിനെ കുറിച്ചിട്ടും അവബോധമില്ല എങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് തട്ടിയിട്ടും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ലേറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മരണത്തിന് കീഴ്പ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഈ പറയുന്ന അരുന്ധതി എന്ന് പറയുന്ന സഹോദരി ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തളർന്ന് വീണത് എന്നാണ് പറയുന്നത്. അതിനും ഒരു പക്ഷെ പല കാര്യകാരണങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ ഈ മാനസികമായിട്ട് ഫിറ്റ് അല്ലാത്ത അവസ്ഥയിൽ വ്യായാമം കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മുടെ മനസ്സ് ഭയങ്കര സ്ട്രെസ്സിലും ടെൻഷനിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ രാത്രിയിൽ ഒരുപാട് സമയം ഉറക്കമൊഴിച്ചിരിക്കുക. രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങി ശരിയായിട്ടുള്ള റെസ്റ്റ് നമ്മുടെ ഇന്റേണൽ ബോഡിക്കൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള അവയവങ്ങൾക്ക് കിട്ടാതെ നമ്മൾ വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ രക്തസമ്മർദ്ദത്തിലേക്കും അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. വ്യായാമം ചെയ്യുന്നതിന് ശരിയായിട്ടുള്ള റെസ്റ്റ് വ്യായാമ സമയത്തല്ല, അതിൻ്റെ മുന്നേ, അതായത് രാത്രിയിലൊക്കെ ശരിയായിട്ട് ഉറങ്ങാതെ ഒരുപാട് സമയം നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന് ജോലി ചെയ്ത് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ കളിച്ചിട്ട് കാലത്ത് എണീറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ, ഓടാൻ പോകുമ്പോൾ, ചാടാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ജിമ്മിലൊക്കെ നമ്മൾ വ്യായാമം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുകൾക്കൊക്കെ ഒരു ശരിയായിട്ടുള്ള റെസ്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിഷം കഴിക്കുന്നതിനേക്കാൾ മാരകമായിട്ടുള്ളൊരു അവസ്ഥയാണ് രാത്രിയിലെ ഉറക്കം ശരിയായിട്ട് ലഭിക്കാതെ നമ്മൾ വ്യായാമങ്ങൾക്ക് വേണ്ടി പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം യുവാക്കൾ തളർന്നു വീഴുന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ സിനിമാ മേഖലയിലുള്ള ആർട്ടിസ്റ്റുകൾ, സെലിബ്രിറ്റികളൊക്കെ പല ആളുകളും ജിമ്മിൽ തളർന്നു വീണ്
മരിച്ചവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉറക്കവും റെസ്റ്റും ശരീരത്തിന് കിട്ടാതെ, അതല്ലെങ്കിൽ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അതിനെ ശരിയായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസിലൂടെ റിമൂവ് ചെയ്യാതെ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ മാനേജ്മെന്റ് ചെയ്യാതെ നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് അപകടങ്ങളാണ് നമ്മളെ പതിയിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ഒരു സഹോദരിയുടെ മരണം വന്നുവെങ്കിൽ അതിൻ്റെ മുന്നേ ഒരുപാട് വിദേശത്തായിട്ടും നാട്ടിലായിട്ടും പല യുവാക്കളും തളർന്ന് വീണതായിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് പിന്നെ ഹൃദയ രോഗം വന്നിട്ട് ജിമ്മിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ ജിമ്മിൻ്റെ ഒക്കെ ചില പോസ്റ്റേഴ്സുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഭാരം എടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തളർന്നു വീഴുന്ന അവസ്ഥ. ഇതിനൊക്കെ മെയിൻ കാരണം ഇതാണ്. നമുക്ക് ശരിയായിട്ടുള്ള റെസ്റ്റ് ഉറക്കം കൊണ്ടാണെങ്കിലും മറ്റു കാര്യങ്ങളെ കൊണ്ടാണെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ നാഡി മർമ്മങ്ങളിലൊക്കെ ഒരുപാട് സ്ക്രാച്ചുകൾ സംഭവിക്കുകയും തന്മൂലം നമ്മൾ ജിമ്മ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആരോഗ്യമല്ല ലഭിക്കുന്നത്, രോഗം അല്ലെങ്കിൽ അതുകൊണ്ട് മരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ജിമ്മിൽ പോവുക എന്നുള്ളതല്ല. ജിമ്മിൽ പോകുന്നത് നല്ലതാണ്, വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നുവെങ്കിൽ ഇതുപോലെ നമുക്കും ഒരു പക്ഷേ പണി കിട്ടിയേക്കാം. അതുകൊണ്ട് ശരിയായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ശരീരത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ മനസ്സിനും കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും അതുപോലെ പ്രസരിപ്പൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി വ്യായാമങ്ങൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപകരിക്കുന്നതാണ്. അതല്ല എങ്കിൽ ശരീരത്തിൽ ഇതുപോലുള്ള പെട്ടെന്നുള്ള ഹോർമോണുകൾ നമ്മൾ പെട്ടെന്ന് ശരീരമൊക്കെ ഇളക്കിയിട്ടും ചാടിയിട്ടൊക്കെ പൊടുന്നനെ ഒന്ന് സ്ലിം ആവണം, അല്ലെങ്കിൽ നമുക്ക് തടി കുറക്കണം, കുടവയറ് കുറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേഗത്തിൽ തടി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ഭക്ഷണം സ്ഥിരമായിട്ട് വാരി വലിച്ച് അങ്ങനെ കഴിച്ചാൽ അവസ്ഥ എന്തായാലും അത് കേടാണ്, ശരീരത്തിന് കേടാണ്. തടി വെക്കൂല, ആരോഗ്യം ഉണ്ടാവില്ല, രോഗമാണ് ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് പൊടുന്നനെ എക്സസൈസ് ചെയ്ത് പെട്ടെന്ന് തടി കുറക്കണം അല്ലെങ്കിൽ സ്ലിം ആവണം അല്ലെങ്കിൽ നല്ല ഗ്ലാമർ വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഗ്ലാമറും പൾസറും അല്ല, നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അപ്പം അതുകൊണ്ട് ശരിയായിട്ട് റെസ്റ്റ് എടുക്കൂ, മനസ്സിന് സമാധാനം കൊടുക്കൂ, രാത്രിയിൽ ശരിയായിട്ട് ഉറക്കത്തേക്ക് കൊണ്ടുവരൂ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കും. കൂടെ നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് വർക്കൗട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോകണം. അതിന് ചിന്തിക്കുക, പ്രവർത്തിക്കുക, നമ്മുടെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇത്രയും വാർത്തകളൊക്കെ നമുക്ക് മുന്നിൽ വരുമ്പോൾ പറയാനുള്ളത്. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.